ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ജോഗ്രഫിയാണ്. ഫണ്ടമെൻ്റൽ ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്കിലെ 3-ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. സിമ്പിളായിട്ടുള്ള നോട്ടുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടുകളൊക്കെ വെച്ച് പഠിച്ചാലും എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ഗ്രോത്തും ഡെവലപ്മെൻറ്റാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഇൻ ക്വാണ്ടിറ്റി ലൈഫാണ്, അളവുള്ള വർധനവാണ് ഗ്രോത്ത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരത്തിലുള്ള പുരോഗതിയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. നമ്മൾ അടുത്ത ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അഥവാ മാനവ വികസനം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പെൻഡിച്ചർ, പീപ്പിൾസ് ചോയ്സ്, കാപ്പബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ലീഡ് എ ഹെൽത്ത്ലി, നോളജബിൾ ആൻഡ് ഡീസൻറ്റ് ലൈഫ്. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ളതും വിജ്ഞാന സമ്പന്നവും മാന്യവുമായ ജീവിതം നയിക്കാൻ ആളുകളുടെ തെരഞ്ഞെടുപ്പുകളും കഴിവുകളും അവസരങ്ങളും വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗുണനിലവാരമുള്ള ജീവിതം നയിക്കുന്നതിനാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അഥവാ മാനവ വികസനം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 4 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനവ വികസനത്തിൻ്റെ 4 തൂണുകളാണ് ഇനി അടുത്തായി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലാദ്യം വരുന്നത് ഇക്വിറ്റിയാണ് അഥവാ സമത്വം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരി വൺ, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കണം, അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സസ്റ്റൈനബിലിറ്റിയാണ്, സുസ്ഥിരത. വൈസ് യൂസ് ഓഫ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി തലമുറക്കായി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കൽ, അതിനാണ് സസ്റ്റൈനബിലിറ്റി പറയുന്നത്. ഇനി അടുത്ത് വരാൻ പോകുന്ന ജനറേഷന് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ഉപയോഗിച്ചിട്ട് അവർക്കും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മളത് മാറ്റുന്നതിനെയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞാലും അടുത്ത ജനറേഷന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു വസ്തുവിനെ ഉപയോഗിക്കുന്നതിനെയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവിങ് പീപ്പിൾസ് സ്കിൽ ആൻഡ് എഫിഷ്യൻസി, ജനങ്ങളുടെ കഴിവും ഉൽപ്പന്നക്ഷമതയും വർദ്ധിപ്പിക്കൽ, ഇതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയി വരുന്നത് എംപവർമെൻ്റാണ്, ശാക്തീകരണം. ഗിവിങ് പീപ്പിൾ ദ ഫ്രീഡം ടു മേക്ക് ഡിസിഷൻ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക. അവിടെ തെറ്റിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്, തിരുവാനങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, അവിടെ മായാക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഈ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. മെഷേഴ്സ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് യൂസ് 3 ഇൻഡിക്കേറ്റേഴ്സ്, 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാനവ വികസനം അളക്കുന്നത്. അപ്പോൾ ആ 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം. ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം. ഈ 3 ഘടകങ്ങളെയും ആസ്പദമാക്കിയാണ് നമ്മൾ മാനവ വികസനം അളക്കുക. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ്, മാനവ വികസന സമീപനങ്ങൾ. അപ്പോൾ ഇവിടെ 4 കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് ഇൻകം അപ്രോച്ചാണ്. ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇൻകം, വരുമാനത്തെ അടിസ്ഥാനമാക്കിയ സമീപനമാണ്. ഇനി രണ്ടാമത് വെൽഫെയർ അപ്രോച്ചാണ്, ഫോക്കസ് ഓൺ വെൽഫെയർ, ജനക്ഷേമത്തിൻ്റെ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് വെൽഫെയർ അപ്രോച്ച്. ഇനി അടുത്തത് ബേസിക് നീഡ്സ് അപ്രോച്ചാണ്, എൻഷുവർ ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുന്ന സമീപനമാണ്. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ, ഫുഡ്, ഹോം, ക്ലോത്ത്, അതുപോലെ തന്നെ ഹെൽത്ത്, ഈ 5 കാര്യങ്ങളാണ് ബേസിക് നീഡ്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് കാപ്പബിലിറ്റി അപ്രോച്ചാണ്, എക്സ്പെൻസ് പീപ്പിൾസ് കാപ്പബിലിറ്റി ആൻഡ് ഫ്രീഡം, ജനങ്ങളുടെ കഴിവുകളും സ്വാതന്ത്ര്യവും വികസിപ്പിക്കുന്ന സമീപനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞു.
ഇനി അടുത്തൊരു ടോപ്പിക്ക് ആണ് നോക്കുന്നത്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇൻ്റർനാഷണൽ കമ്പാരിസൺ ഓഫ് HDI. ഈ HDI എന്ന് ഫുൾ ഫോം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് രാജ്യത്തിൻ്റെ അളവ് വെരി ഹൈ, മീഡിയം ആൻഡ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഈ ഒരു തരത്തിലാണ് ഇവിടെ രാജ്യത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇത്ര കാര്യമാണ് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 10 രാജ്യങ്ങളെ പേര് പഠിക്കാണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഷോർട്ട് നോട്ടാണ് ഇവിടെ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറമേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് വരാം.